ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ജോലിക്ക് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇന്ത്യയിലായാലും കേരളത്തിലുള്ള ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വേറെ സംസ്ഥാനങ്ങളിലോട്ട് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഇല്ലെങ്കിൽ പ്രവാസത്തിലോട്ട് വരുന്ന ആൾക്കാർ എല്ലാവരും നമ്മൾ ആദ്യം ഒരു റൂമൊക്കെ നോക്കുമ്പം ചിലപ്പം കുറഞ്ഞ റൂമുകൾ ഒത്തിരി ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ താമസിക്കുന്നത്. അവിടെ പോകുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മളപ്പം ഒറ്റയ്ക്ക് താമസിച്ചിട്ട് വീട്ടിൽ അത്രയും സ്വതന്ത്രമായിട്ടൊക്കെ ജീവിച്ചിട്ടായിരിക്കും നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോകുന്നത് അല്ലേ. അവിടെ ചെല്ലുമ്പം നമ്മൾ മെയിനായിട്ട് അലട്ടേണ്ട ഒന്നാണ് വീട്ടിലെന്നുള്ള നമ്മളൊന്ന് പിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പം ഭാര്യയും കുഞ്ഞും കാണും, അവരെ വിട്ടിട്ടായിരിക്കും അമ്മയും അച്ഛനും എല്ലാവരെയൊക്കെ വിട്ടിട്ട്. അതൊരു എന്തായാലും ഭയങ്കര വേദനയാണ് കേട്ടോ, കുറേ ദിവസത്തേക്ക്. അപ്പോൾ ഞാനുൾപ്പെടെ കുറേ പ്രവാസികളൊക്കെ അനുഭവിക്കുന്നതാണത്. അപ്പം അതിൽ വന്ന് നമ്മൾ പുതിയൊരു റൂമിലോട്ട് വരുമ്പം അവിടെ ഞാൻ പറഞ്ഞില്ലേ പല ക്യാരക്ടേഴ്സുള്ള ആൾക്കാരായാലും ചിലപ്പം മദ്യപാനം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ക്യാരക്ടർ എന്താണോ, നമ്മൾ ഇപ്പം വെള്ളം അടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, ഇപ്പം വേറെ ഒന്നും യൂസ് ചെയ്യത്തില്ല, അതാണെങ്കിൽ ആ ക്യാരക്ടറിൽ തന്നെ നിൽക്കുക. ഇല്ലാതെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിഷമത്തിലിരിക്കുമ്പോൾ ഒരാളൊരു പെഗ് ഒഴിച്ച് തന്നെന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് വാങ്ങി കുടിക്കുക, പെട്ടെന്ന് വീണ്ടും ഷെയർ ഇട്ട് വീണ്ടും വാങ്ങി അടിക്കുക, എന്നിട്ട് വീണ്ടും അതടിക്കുന്നത് മാത്രമല്ല അതിൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സംസാരങ്ങൾ ഇപ്പം മെയിനായിട്ട് നമ്മൾ അവിടെയൊക്കെ നടക്കുന്നത് കണ്ടില്ലല്ലോ, ഓരോരോ കൊലപാതകങ്ങളോ അതല്ല. നമ്മൾ വെള്ളം അടിച്ചിട്ട് നിന്ന് കൂട്ടമായിട്ട് നിന്ന് സംസാരിക്കുക, ഒരു വിഷയം നമ്മളറിയാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വെളിയിലോട്ട് വരും. സുഹൃത്തുക്കളാണെങ്കിൽ അത് തമ്മിലൊരു ചർച്ചാ വിഷയമാവും, പിന്നെ അങ്ങോട്ട് ഉന്തും തള്ളമാവും, പിന്നെ അതാണ് കൊലപാതകത്തിലോട്ട് പോകുന്നത് അല്ലേ. നമ്മളെപ്പോഴും നമ്മൾ വെള്ളമടിച്ച് ശരി, നമ്മളിപ്പോൾ നാട്ടിൽ ഇപ്പം വെള്ളമടിക്കാൻ പോകുന്നെങ്കിൽ പോലും അടിക്കുക, പിരിഞ്ഞു പോവുക, ഇല്ലാതെ അവിടെ നിന്ന് വേറെ സംസാരം എല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വേറെ കയ്യാങ്കളിയിലോട്ട് പോവും. പിന്നെ അത് നമ്മൾ ആ ബോധമില്ലാത്ത സമയത്ത് നമ്മൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയില്ല അല്ലേ. അതൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ പുതിയതായിട്ട് റൂമിലോട്ട് ഇപ്പം എവിടെയായാലും നമ്മൾ നമ്മളതായിട്ടുള്ള നമ്മളെ ജോലി നോക്കി നമ്മളൊരു സൈഡിൽ കഴിയുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് നമുക്ക് പ്രശ്നം ആണെങ്കിൽ അവിടെ നിന്ന് പതുക്കെ ഒരു മാസം കഴിഞ്ഞ് പതുക്കെ മാറി വേറൊരു റൂമിലോട്ട് പോവുക. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലാതെ നമ്മളവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് സങ്കടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അവർ നിർബന്ധിച്ചെന്നിരിക്കും, കഴിക്കെന്ന് പറയും. നമ്മൾ വാങ്ങി കഴിക്കും, പിറ്റേന്ന് വീണ്ടും 1 2 2 3 അങ്ങനെ പിന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആയിപ്പോവും. നമ്മളൊരു പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളൊരു ജോലിക്ക് പ്രവാസത്തിലോട്ട് എവിടെയായാലും വരുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ അഡിക്റ്റായി, നമ്മൾ കിട്ടുന്നത് കുറേ വെള്ളത്തിന് പോയി, ബാറിൽ പോയി,